വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്ക് പെയിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ബാക്ക് പെയിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ട്രീറ്റ്മെന്റ്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മർമ്മ ചികിത്സ സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ ശാന്തനു ഡോക്ടറാണ്. ഡോക്ടർ ഇതിൽ 10 years ആയിട്ട് എക്സ്പീരിയൻസ് ഈ ഒരു ഫീൽഡിലുണ്ട്. ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിന്ന് പറഞ്ഞു തന്നെയായിരിക്കും. ഡോക്ടർ, ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിക്കാം. അതായത് നമുക്ക് ഈ ബാക്ക് പെയിൻ ഉണ്ടല്ലോ, ബാക്ക് പെയിൻ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? ഇതിനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞുതരാം. ബാക്ക് പെയിൻ ഉണ്ടാകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന യൂട്രൈൻ ഫൈബ്രോയിഡ്സ്, യൂട്രൈൻ ഒവേറിയൻ മാസ്, പൈറഫോമസ് മസിലിലുണ്ടാകുന്ന ഇഞ്ചുറീസ്, ഇതൊക്കെ കൊണ്ട് നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും. അതല്ലാതെ തന്നെ കോമൺ ആയിട്ട് നമുക്ക് വെർട്ടിബ്രാസിൽ ഉണ്ടാകുന്ന നെർവ് കംപ്രഷൻ കൊണ്ട് നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ബാക്ക് പെയിൻ ഉണ്ടല്ലോ, നമുക്ക് രണ്ട് രീതിയിലുണ്ട്. ചില ബാക്ക് പെയിൻ ആണെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും ഇടിയോ ചതോ അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ട് വരുന്നു. ചില ബാക്ക് പെയിൻ ആണെങ്കിൽ ചില ആൾക്കാർക്ക് കുറേ നാളുണ്ടാവും. കുറേ നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വർഷങ്ങളോളം തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞുതരാം. അത് നമ്മൾ മെയിനായിട്ട് പേഷ്യന്റിനെ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ആണ് നമുക്കത് കൂടുതലും മനസ്സിലാവുന്നത്. കാര്യം ബാക്ക് പെയിൻ ഉണ്ടാകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ആ പറയുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ ചിലപ്പോൾ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകും. എന്ന് പറയുമ്പോൾ ക്യാൻസർ ആവാം, അല്ലെങ്കിൽ അത് പോട്സ് ഡിസീസ്, അതായത് TB സ്പൈനും ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെതായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്താൽ മാത്രമേ നമുക്കത് പറയാൻ സാധിക്കൂ. ഇപ്പൊ നമ്മൾ ജോലി സംബന്ധമായിട്ട് കുറെ രീതിയിൽ ബാക്ക് പെയിൻസ് വരാൻ ചാൻസ് ഉണ്ടാവും. കമ്പ്യൂട്ടറിൽ വർക്ക്, അങ്ങനത്തെ IT ഫീൽഡിലുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ ലോങ് ആയിട്ട് ഇരിക്കുമ്പോഴുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ബാക്ക് പെയിൻ ഉള്ള വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ചിലപ്പോൾ ലോങ് ആയിട്ട് സ്റ്റാൻഡിങ്, ഇപ്പോൾ നമ്മൾ പുറത്ത് ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ടീ മാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ സ്റ്റാൻഡിങ് നിൽക്കുന്ന ജോലി, പോലീസ് ഓഫീസേഴ്സ്, ട്രാഫിക് പോലീസ്, ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ലോങ് സ്റ്റാൻഡിങ് ഒക്കെ നിൽക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതുപോലത്തെ ബാക്ക് പെയിൻ ഈവനിങ് ഒക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ ബാക്ക് പെയിൻ വരാറുണ്ട്. അപ്പോൾ ഇവർക്ക് ഇങ്ങനത്തെ ജോലി ആൾക്കാർക്ക് ഡോക്ടറിന് എന്താ അഡ്വൈസ് കൊടുക്കാൻ പറ്റുക? അതിൽ നമ്മൾ എർഗണോമിക്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അതായത് ഇവർ ഇപ്പോൾ ഒരുപാട് നേരം ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് അവരുടെ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇരുന്നുകൊണ്ട് ഇപ്പോൾ ഡെസ്ക്ടോപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അവർക്ക് ഹൈ ലെവൽ എങ്ങനെ മോണിറ്റർ വെക്കുക, അത് സിറ്റിംഗ് ചെയ്യുന്ന ഇന്ന ഡയറക്ഷനിൽ വേണം അതിരിക്കുക. പിന്നെ അത് കൂടാതെ നമ്മൾ എക്സസൈസ് ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ ഒരു പരിധി വരെ നമുക്ക് സാധിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനത്തെ രീതിയിലുള്ള എക്സർസൈസാണ് നമുക്ക് കുറച്ച് ഇപ്പോൾ യോഗ പോലത്തെയാണോ അതോ അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിലാണോ? അത് യോഗ കൂടാതെ തന്നെ നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസും കൂടെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് അക്യൂട്ടായിട്ടുള്ള കേസസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതലും ഈ എക്സസൈസ് കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. അതല്ലാതെ ക്രോണിക് ആയിട്ടുള്ള ഒരുപാട് നാള് നീണ്ടു നിൽക്കുന്ന പ്രശ്നമാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അത് ട്രീറ്റ്മെന്റ് എടുത്താലേ അത് സാധിക്കുള്ളൂ. നമുക്ക് ഈ ശസ്ത്രക്രിയ ഉണ്ടല്ലോ, അപ്പോൾ ചില ആൾക്കാർക്ക് ബാക്ക് പെയിൻ, ബാക്കിൽ ചിലപ്പോൾ സർജറി ചെയ്യേണ്ടി വരും. അപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ എക്സാമ്പിൾ ഇങ്ങനെ ബാക്ക് പെയിൻ വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കുറേ സർജറി ഒക്കെ നമുക്കിങ്ങനെ പല സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സർജറി ഒഴിവാക്കാൻ വേണ്ടി ചില സാധനങ്ങളൊക്കെ നമുക്ക് സർജറി ഇല്ലാതെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഏതൊക്കെ കണ്ടീഷനിലാണ് നമുക്ക് സർജറി ഇല്ലാതെ നമുക്ക് ഈ ബാക്ക് പെയിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമുക്ക് ബാക്ക് പെയിന് നമുക്ക് ഡിസ്ക് ഹെർണിയേഷൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഡിസ്ക് ഹെർണിയേഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് 4 ഗ്രേഡായിട്ട് അതിനെ തരംതിരിക്കാം. ഇപ്പോൾ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4. ഇപ്പോൾ ഗ്രേഡ് 1 എന്ന് പറയുമ്പോൾ ഡിസ്ക് ബൾജാണ്. പിന്നെ ഗ്രേഡ് 2 ഡിസ്ക് പ്രൊലാപ്സ്, ഗ്രേഡ് 3 എക്സ്ട്രൂഷൻ, ഗ്രേഡ് 4 സീക്വസ്ട്രേഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യത്തെ 2 കേസ് നമുക്ക് OPയിൽ ക്ലിനിക്കൽ മാനേജ്മെന്റ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് പറയുമ്പോൾ വന്നു പോയി ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. അതേസമയം നമ്മൾ എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മൾ IPD ലെവലിൽ തന്നെ അത് ചികിത്സ ആവശ്യമാണ്. എന്ന് പറയുമ്പോൾ കിടത്തി തന്നെ അത് ചികിത്സ ചെയ്യുക. കൂടാതെ ഇനി ഗ്രേഡ് 4 എന്ന് പറയുമ്പോൾ സീക്വസ്ട്രേഷൻ ആണ്. സീക്വസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഡിസ്ക് പ്രൊലാപ്സ് അവിടെ ഉണ്ടായിട്ട് അതിന്റെ ഒരു പീസ് വന്നിട്ട് നമ്മളെ എപ്പിഡ്യൂറൽ സ്പേസിലോട്ട് അത് വന്ന് വീഴും. അത് വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സർജറി മാത്രമേ അതിന്റെ ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് വെച്ച് ഡോക്ടർ 10 years എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അപ്പോൾ ഇപ്പോൾ ഈ കുറേ പേഷ്യൻസിനെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഡോക്ടറിന് ഏത് ലെവലുള്ള പേഷ്യൻസിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുക? ഏത് ഗ്രേഡുള്ള ആൾക്കാരെ പെട്ടെന്ന് റിസൾട്ട് വരുന്നത്? ഇപ്പോൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളത് ഈ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 വരെ ഉള്ളത് നമുക്ക്
പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. ഇപ്പൊ ഗ്രേഡ് 1 എന്ന് പറയുമ്പോൾ നമുക്കൊരു 7 days ട്രീറ്റ്മെന്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. ഇതിപ്പോ നമ്മള് ഹോസ്പിറ്റലിൽ വരണോ അതോ അല്ലാതെ പോയി വന്ന് നിന്നാൽ മതി? പോയി വന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഡിസ്ക് ബൾജ് എന്ന് പറയുമ്പോൾ പോയി വന്ന് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേസമയം നമ്മൾ പ്രൊലാപ്സും എക്സ്ട്രൂഷനും വരുന്ന സമയത്ത് നമ്മളുടെ പേഷ്യൻസിന്റെ പ്രസന്റേഷൻ നോക്കിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഫിക്സ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ 14 to 21 days വരെ ആകാം. പ്രൊലാപ്സിന് നമുക്ക് പറയാൻ പറ്റില്ല, മാക്സിമം 14 days ആണ്. അതുകൂടാതെ എക്സ്ട്രൂഷൻ വരുന്ന സമയത്താണെങ്കിൽ 21 to 28 വരെ നമുക്ക് വേണ്ടി വരും. പക്ഷേ നമുക്കത് കൃത്യമായിട്ട്, അതായത് ഇപ്പോൾ സിക്വസ്ട്രേഷൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി, സിക്വസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിൽ നമുക്ക് എങ്ങനെ അത് ഡയഗ്നോസിലോട്ട് നമ്മൾ എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും പേഷ്യന്റിന് വീക്ക്നെസ് വരിക, അല്ലെങ്കിൽ യൂറിനും സ്റ്റൂൾസ് ഒക്കെ പിടിച്ചു വയ്ക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ വരുന്ന കണ്ടീഷനിലാണ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ അങ്ങനെ വരുന്ന അവസരത്തിൽ സർജറി സജസ്റ്റ് ചെയ്യാം, മാനേജ് ചെയ്യാൻ നമ്മുടെ എന്തായാലും ഹോസ്പിറ്റലിൽ വന്നാലും നടക്കത്തുള്ളൂ അല്ലേ? അത് നമുക്ക് ആദ്യത്തെ 3 സ്റ്റേജുകളും നമുക്ക് ഹോസ്പിറ്റലിൽ, അത് ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് 3rd സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നിന്നുള്ള ട്രീറ്റ്മെന്റ് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് എത്ര കാലം ചെയ്യേണ്ടി വരും? അത് 21 days ആണ് അതിന്റെ ഒരു ട്രീറ്റ്മെന്റ്. എക്സ്ട്രൂഷൻ കേസിൽ വരുന്നത് ഒരു 21 days ട്രീറ്റ്മെന്റ് ആണ്. പിന്നെ നമ്മളിത് കൂടുതലും ചെയ്യുന്നത് മർമ്മ ചികിത്സയാണ് കൂടുതലും ഇതിന് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഡോക്ടറെ സൂചിപ്പിച്ചല്ലോ, അതായത് മർമ്മ ചികിത്സയെ പറ്റിയിട്ട്. ഇപ്പോ ഈ ആധുനിക ചികിത്സയും മർമ്മ ചികിത്സയുമായിട്ടുള്ള താരതമ്യം ഒന്ന് പറഞ്ഞുതരാം. ഈ മർമ്മ ചികിത്സ എന്ന് പറയുമ്പോൾ നമുക്ക് സഡനായിട്ട് തന്നെ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് തന്നെ കൊടുക്കാൻ സാധിക്കും. എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ആ ഒരു ടൈമിന്റെ അത്ര പോലും നമുക്ക് വേണ്ടി വരുന്നില്ല. മർമ്മ കറക്ഷൻ നമുക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ പേഷ്യന്റിന് നമുക്ക് സിംറ്റമാറ്റിക് റിലീഫ് പെട്ടെന്ന് തന്നെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിപ്പോ നമുക്ക് ബാക്ക് പെയിൻ തന്നെ വേണമെന്നില്ല. നമുക്കിപ്പോൾ ഒരു ആസ്മയ്ക്ക് വരുന്ന ഒരു പേഷ്യന്റ് ആണ്, അവർക്ക് IV ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിന്റെ അതിൻ്റെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വിത്തിൻ 5 to 10 minutes തന്നെ നമുക്ക് ആസ്മയുടെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. മർമ്മ ചികിത്സയിലൂടെ പല അസുഖങ്ങളും നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു ടെമ്പററി ആയിട്ടാണോ അതോ പെർമനന്റ് ആയിട്ടാണോ? അത് നമ്മുടെ പേഷ്യന്റിന്റെ ഒരു ഡിപ്പെൻസ് ആണ്. അത് പേഷ്യന്റ് ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് ട്രീറ്റ് ചെയ്യാനായിട്ടുള്ളത്. ചില കേസുകളിലാണെങ്കിൽ നമുക്ക് ഇന്റേണൽ മെഡിസിനും കൂടെ നമുക്ക് വേണ്ടി വരും. നമുക്ക് എക്സ്റ്റേണലിലെ മർമ്മ ചികിത്സ മാത്രം തന്നെ മതിയാവും. ഈ എന്താണ് മർമ്മ ചികിത്സ എന്നൊന്ന് പറഞ്ഞുതരാമോ? നമുക്ക് കോമൺ ആളുകൾക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടാകത്തില്ല. എന്താണ് മർമ്മ ചികിത്സ? സ്പെഷ്യലിസ്റ്റ് സെപ്പറേറ്റ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ അതിനെ പറ്റിയിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. എൻ്റെ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ പണ്ട് തൊട്ടേ കോഴ്സ് പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പരമ്പരാഗതമായിട്ടാണ് നേരത്തെ ചെയ്യുന്നുണ്ട്. എൻ്റെ അച്ഛനപ്പൂപ്പന്മാരൊക്കെ നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള വൈദ്യ ഫാമിലിയാണ്. നമ്മൾ നേരത്തെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന് പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കോഴ്സ് UG കോഴ്സ് കഴിഞ്ഞതിന് ശേഷം PG MDക്ക് മർമ്മമുണ്ട്. അതുകൂടാതെ തന്നെ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ PG ഡിപ്ലോമ കോഴ്സും ഇതിന് അവൈലബിൾ ആണ്. ആൾക്കാരാണ് നമുക്ക് ഡോക്ടേഴ്സ് ആണ് നമുക്ക് ഇതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അതുകൂടാതെ തന്നെ പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്ന ഡോക്ടേഴ്സും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ശരീരത്ത് ഒരു നീർക്കെട്ടോ അതുപോലെ വേദനയോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്ഥലത്തെ മർമ്മത്തിന് ക്ഷതം സംഭവിച്ചു എന്നാണ്. അപ്പോൾ അതായത് മർമ്മം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാണനാണ്, ലൈഫ് ഫോഴ്സ് ആണ്. അത് അവിടെ അഫക്റ്റഡ് ആണ്. അവിടെ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ തിരികെ അത് ആ ഒരു ഫ്ലോ, ആ ഒരു ചാനൽ കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ മർമ്മ സ്റ്റിമുലേഷൻ ചെയ്ത് വേണം അതിൽ ഫിക്സ് ചെയ്യാനായിട്ടുള്ളത്. ഇതാണ് പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട് അതിനെ കുറിച്ച്. ഒരു കോമൺ ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതാണ് അതിന്റെ ഒരു തത്വം എന്ന് പറയുന്നത്. ഇതാണ് എനർജി ചാനൽ അവിടെ അഫക്റ്റഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ അവിടെ മർമ്മത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള ചാനലിൽ സ്റ്റിമുലേഷൻ ചെയ്ത് നമ്മൾ അവിടെ ഫിക്സ് ചെയ്യും. ഇപ്പൊ ഡോക്ടർ, നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമുക്ക് എത്ര മർമ്മ പോയിന്റ് ഉണ്ട്? ഇപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ അതിൽ ജനറലായിട്ടും പറയാം, നമുക്ക് സ്പെഷ്യലായിട്ടും പറയാം. ഇപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ പടുവർമ്മമുണ്ട്, 12 പടുവർമ്മമുണ്ട്, 96 തൊടുവർമ്മങ്ങളുണ്ട്, പിന്നെ ഉൾമർമ്മമുണ്ട്, നോക്കുമർമ്മമുണ്ട്, മെയ്തീണ്ട കാലമുണ്ട്, തട്ടുവർമ്മമുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ടെക്സ്റ്റ് ബുക്കിലെല്ലാം കോമൺ ആയിട്ട് പറയുന്നത് ഒരു 108 വർമ്മം അല്ലെങ്കിൽ 107 വർമ്മം, പിന്നെ അനദർ സ്കൂൾ ഓഫ് തോട്ടിൽ 126 വർമ്മം. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഏകദേശം 1008 പരം മർമ്മ പോയിന്റ്സ് മനുഷ്യ ശരീരത്ത് ഉണ്ട്. ഈ മർമ്മ പോയിന്റ്സ് അഫക്റ്റ് ആകുമ്പോഴാണ് നിങ്ങൾ അതിനെ കറക്റ്റ് എവിടെയാണോ അത് കൃത്യമായിട്ട് പ്രശ്നം വന്നിരിക്കും. ഇപ്പൊ നടുവേദനയാണെങ്കിൽ നടുവേദനയ്ക്ക് നമ്മൾ മർമ്മത്തിൽ തന്നെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട് മർമ്മത്തിൽ. അപ്പൊ മർമ്മത്തിൽ നമ്മൾ കൂടുതലും ഇളക്കുമുറകൾ ചെയ്യാറുണ്ട്, അടങ്കൽ മുറകൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ സൂത്രങ്ങളുണ്ട്, മർമ്മ സൂത്രങ്ങളും വെച്ചിട്ടാണ് നമ്മൾ അവിടെ ഫിക്സ് ചെയ്യുന്നത്. ഇപ്പൊ നടുവേദനയ്ക്ക് കൂടുതലും നമ്മൾ മർമ്മ ചികിത്സ തന്നെയാണ് ചെയ്ത് റെഡിയാക്കാറുള്ളത്. ബോൺ അലൈൻമെന്റും കൂടെ അതിൽ വരുന്നതാണ്. നമുക്ക് ഈ ബാക്ക് പെയിൻ ഉണ്ടല്ലോ, ബാക്ക് പെയിൻ നമുക്ക് വന്നു കഴിഞ്ഞാലുള്ള വരുന്ന ആൾക്കാർക്ക് ഏത് രീതിയിലാണ് നമുക്ക് ഈ മർമ്മ ചികിത്സ ചെയ്യാൻ പറ്റും?
ഇപ്പോൾ സെർവൈക്കൽ സ്പോണ്ടിലോസിസ്, അതായത് കഴുത്തുവേദനയ്ക്ക് വരുമ്പോൾ ഒരു ടെക്നിക്കും, അതുപോലെ ലെംബാർ സ്പോണ്ടിലോസിസ് ആണെങ്കിൽ അതിന് വേറെ ടെക്നിക്കാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. 2-3 ടൈപ്പ് ഉണ്ട്. അല്ല, ഓരോ അസുഖത്തിന് ഇപ്പൊ നീ ജോയിന്റ് ആണ് വരുന്നതെങ്കിൽ അതിന് വേറെ ട്രീറ്റ്മെന്റ് ആയിരിക്കും. മർമ്മ ചികിത്സ തന്നെ അതിന് ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, സ്പെഷ്യൽ ആയിട്ട് ഒരുപാട് ടെക്നിക്സുകൾ ഉണ്ട്. വർമ്മത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരുപാട് ടെക്നിക്സുകളുണ്ട്. ഇപ്പോൾ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്ന പെടലിക്ക് വരുന്ന ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മൾ തൂക്കുമുറയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ലെംബാർ സ്പോണ്ടിലോസിസ് ആണ് നമുക്ക് പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അടങ്കൽ മുറകളും പിന്നെ ഇളക്കുമുറകളാണ് വരുന്നത്. എന്ന് പറയുമ്പോൾ സ്പൈനസ് പ്രോസസ്സിൽ നമ്മൾ അവിടുത്തെ മസിൽസിനെ ലൂസൺ ചെയ്തിട്ട് കറക്റ്റ് അവിടെ ഡിസ്കിനെ നമ്മൾ കറക്റ്റ് അതിന്റെ സ്ഥാനത്തിലോട്ട് കൊണ്ട് നമ്മൾ എത്തിക്കുന്നതാണ്. അത് വളരെ പെയിൻഫുള്ളോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും പെട്ടെന്ന് വിചാരിക്കും മർമ്മ ചികിത്സ എന്ന് പറയുമ്പോൾ ഭയങ്കര പെയിൻഫുൾ ആണെന്ന് വിചാരിക്കും. പക്ഷെ വളരെ പെയിൻഫുള്ളോ ഒന്നും അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ വേണം അതിന് ചെയ്യാനായിട്ട്. ലെംബാർ സ്പോണ്ടിലോസിസ് ആണെങ്കിൽ നമ്മൾ കൂടുതലും ഇളക്കുമുറകളാണ് കൂടുതലും ചെയ്യുന്നത്. ഇളക്കുമുറകൾ കൂടാതെ അടങ്കൽ മുറകളും അതിൽ വരും. അത് നമ്മൾ ഈ പേഷ്യൻറ്റിൻ്റെ അവസ്ഥ അനുസരിച്ചിട്ടാണ് 7 ദിവസം വേണോ 14 ദിവസം വേണോ എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു എക്സ്ട്രൂഷൻ കേസ്, അത് കുറച്ചുകൂടെ സിവിയറിറ്റി കൂടിയ ഒരു കണ്ടീഷനാണ് എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്, ഗ്രേഡ് 3 എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന കണ്ടീഷൻ നമുക്ക് 21 ദിവസത്തെ മർമ്മ ചികിത്സ നിർബന്ധമായിട്ടും വേണ്ടതാണ്. ഡോക്ടർ, പിന്നെ ഡൗട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഈ മർമ്മ സ്പെഷ്യലിസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇത് കുറേ ആൾക്കാരുണ്ടല്ലോ. പണ്ടൊക്കെ ആണെങ്കിൽ വൈദ്യന്മാർ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഇവരൊക്കെ എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുക? അവർ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഏറ്റവും കൂടുതൽ മർമ്മ ചികിത്സയിലാണ് കൂടുതലും വ്യാജന്മാർ ഉള്ളത്. അവരെ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാടാണ്. പക്ഷെ സംസാരിക്കുന്ന ആ ഒരു രീതിയിലും അവരുടെ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതുന്ന വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവരെ കണ്ടുപിടിക്കാനായിട്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് എല്ലാ പ്രായമുള്ള ആൾക്കാർക്കും നമുക്ക് ഈ മർമ്മ ചികിത്സ സൂട്ടബിൾ ആണോ? അത് എല്ലാവർക്കും ചെയ്യുന്നത് നല്ല കാര്യമാണോ? നമുക്ക് 3 വയസ്സ് തൊട്ടുള്ള കൊച്ചുകുട്ടികൾ തൊട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. പിന്നെ എത്ര ഏജ് ഗ്രൂപ്പ് ഒന്നും അങ്ങനെയല്ല, എത്ര വയസ്സുള്ളവർക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കൊച്ചുകുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടിസം, സെറിബ്രൽ പാൽസി, ADHD, ലോ IQ ഇങ്ങനെയൊക്കെ ഉള്ള കേസുകളിലുള്ള കൊച്ചുകുട്ടികൾ നമുക്ക് 3 വയസ്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. മുതിർന്ന ആൾക്കാർക്കാണെങ്കിലോ? മുതിർന്ന ആൾക്കാർക്ക് ഏത് ഏജ് ഗ്രൂപ്പ്, 100 വയസ്സായിട്ടുള്ളവർക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മർമ്മ ചികിത്സ ചെയ്യുമ്പോഴുണ്ടല്ലോ നമുക്ക് ഏതൊക്കെ തരം ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റും, അല്ല ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചുകൂടാ, അങ്ങനത്തെ കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടോ അത് ചെയ്യുമ്പോൾ, ഈ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ? മർമ്മ ചികിത്സയെന്നല്ല, നമുക്ക് ഈ ലെംബാർ സ്പോണ്ടിലോസിസ്, അതായത് ബാക്ക് പെയിൻ പോലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒഴിവാക്കാനായിട്ട് പറയാറുണ്ട്. പിന്നെ നോൺ വെജിറ്റേറിയൻ ഒന്നും അങ്ങനെ പറയാറില്ല ഡയറ്റിൽ പറയാം. പക്ഷെ ആ ഗ്രേഡ് 1 ഗ്രേഡ് 2 നമ്മൾ അങ്ങനെ ഡയറ്റ് റെസ്ട്രിക്ഷൻസ് ഒന്നും കൊടുക്കാറില്ല. പക്ഷേ തേർഡ് ഗ്രേഡ് ഞാൻ പറഞ്ഞില്ല, എക്സ്ട്രൂഷൻ കേസിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ത്യജിക്കേണ്ടി വരും. അത് സർജറി വേണ്ടുന്ന ഒരു കേസാണ്. പക്ഷെ നമ്മൾ റിസ്ക് എടുത്തിട്ട് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിന് നമ്മൾ ഡയറ്റ് റെസ്ട്രിക്ഷൻസ് കൊടുക്കുക. കാര്യം ഇന്റേണലി കൊടുക്കുന്ന മരുന്നിന് പഥ്യം ഉണ്ട്. പിന്നെ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറയാറുണ്ടോ വെയിറ്റ് വെക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെല്ലി ഫാറ്റ് വന്നു കഴിഞ്ഞാൽ നടുവിന് കൂടുതലും സ്ട്രെസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ട് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് പ്രശ്നം വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഡോക്ടർ ഇത്രയും വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഏതെങ്കിലും ഒരു പേഷ്യന്റ് ഒരു ടെസ്റ്റിമോണിയൽ ഇപ്പോൾ എക്സാമ്പിൾ ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ട ഒരു അനുഭവം ഒന്ന് പറഞ്ഞുതരാമോ? ഞാൻ ചേർത്തലയിൽ എനിക്ക് ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഒരു പേഷ്യന്റ് ഇത് കണക്ക് ഫോണിൽ അപ്പോയിൻമെന്റ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മൂമ്മയ്ക്ക് ഏകദേശം ഒരു 70-75 വയസ്സോളം പ്രായമുണ്ട്. അപ്പോൾ അവിടെ എറണാകുളത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ആപ്സസ് ഫോമായി അത് കയറി ഏകദേശം എൻ്റെ പസ്സെല്ലാം എടുത്തതിന് ശേഷം പിന്നെ നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് എൻ്റെ ഹോസ്പിറ്റലിലോട്ട് വരുന്നത്. അപ്പോൾ MRI സ്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. MRI സ്കാനിൽ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് സാക്രോ ഇലിയൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. പക്ഷെ വേറെ ഡിസ്കിനോ വേറെ ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ആള് വാക്കറിലാണ് വന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇപ്പൊ സാക്രോ ഇലിയൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് കിഴി ട്രീറ്റ്മെന്റ് അത്യാവശ്യമാണ്. കാര്യം അവർ വാക്കറിൽ ഏകദേശം ആയിപ്പോയി. പക്ഷെ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് കിഴി ചെയ്യാൻ സാധിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് സോറിയാസിസും കൂടെ ഉണ്ട്. അപ്പൊ സോറിയാസിസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് കൂടാനും പാടില്ല, കിഴി ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസായിരുന്നു. പക്ഷെ ഞാൻ അവിടെ എങ്ങനെ അപ്രോച്ച് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്രോ ഇലിയൈറ്റിസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മർമ്മ അടങ്കലുണ്ട്. ആ മർമ്മ അടങ്കൽ ഡെയിലി അവർക്ക് അഡ്മിറ്റ് ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഡെയിലി വന്ന് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പൊ അതിനായിട്ട് ഞാൻ മെയിനായിട്ട് ചെയ്തത് മർമ്മത്തിൽ സാക്രോ ഇലിയൈറ്റിസിന് വേണ്ടിയിട്ട് അടങ്കൽ മുറകൾ ചെയ്തതിന് ശേഷം സോറിയാസിസിന് വേണ്ടിയിട്ടുള്ള എക്സ്റ്റേണലി ഓയിൽ ആപ്ലിക്കേഷനും അതുപോലെ ഇന്റേണൽ മെഡിസിൻസും വിത്ത് ഡയറ്റ് റെസ്ട്രിക്ഷനുമാണ് കൊടുത്തത്. പക്ഷെ ഗ്രാജുവലി അവർക്ക് ഇംപ്രവൈസിങ് ആയി വന്നു. അത് മാത്രമല്ല ലേപനവും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക്.
അതിൽ ഗ്രാജുവലി പിന്നീട് പോകെ അവർ പിന്നെ വാക്കറിലൊക്കെ മാറി ഇപ്പൊ ഏകദേശം 1.5-2 വർഷമായി ആ ഒരു കേസ്. അത് ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ്. ഏകദേശം 14 ദിവസത്തോളം എടുത്ത്. പക്ഷെ അത്ര തന്നെ വേണ്ടി വന്നില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഏകദേശം 10 ദിവസം കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും സ്റ്റിൽ അവര് വരാറുണ്ട് ക്ലിനിക്കിൽ, എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് ഇപ്പോഴും വരാറുണ്ട്. പക്ഷെ ആ ഒരു പ്രശ്നം പിന്നീട് വന്നിട്ടില്ല. സോറിയാസിസും പിന്നീട് വന്നിട്ടില്ല. പിന്നെ വന്നത് ജസ്റ്റ് ഒരു ഹെയർ ലോസിന്റെ ഒക്കെ ഇഷ്യൂവിനായിട്ടൊക്കെയാണ് കൂടുതലും അവർ വന്നിട്ടുള്ളത്. സീസണൽ ചേഞ്ചസ് വരൂലേ, അപ്പോഴും നമുക്ക് ഇങ്ങനെ ബാക്ക് പെയിൻ ഒക്കെ വരാറുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്നൊന്ന് പറയാം. അപ്പൊ അതിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. അത് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചൂട് സമയത്തിൽ നിന്നും നമ്മൾ തണുപ്പിലോട്ട് പോകുന്ന സമയത്ത് വാദം കൂടാനായിട്ട് ചാൻസ് കൂടുതലാണ്. കാര്യം ഓൾറെഡി അവർക്ക് കംപ്രഷൻ ഉള്ള ഒരു സ്റ്റേജിലായിരിക്കും നിൽക്കും. ഇപ്പൊ ഡിസ്ക് ഞാൻ ഗ്രേഡിങ് പറഞ്ഞല്ലോ, അപ്പൊ ഡിസ്ക് പ്രൊലാപ്സ് ഓൾറെഡി ഉണ്ടായിരിക്കും. അത് പക്ഷെ ചൂട് സമയത്ത് അതങ്ങ് മാനേജ് ചെയ്തങ്ങ് പൊക്കോളും. പക്ഷേ സമ്മർ സീസണിലും പ്രശ്നം ഉണ്ടാവാം. മറ്റേ ഡിസ്ക് പ്രൊട്രൂഷനോ എക്സ്ട്രൂഷനോ ഉള്ളവർക്കാണെങ്കിൽ കൂടുതലും സമ്മർ സീസണിലും വേദന കാണിക്കാം. പ്രൊലാപ്സ് ഉള്ളവർക്കാണ് ആ ഒരു പ്രശ്നം വരുന്നത്. അവർക്ക് ആ ക്ലൈമറ്റ് മാറി അത് സമ്മറിൽ നിന്ന് മാറിയിട്ട് മൺസൂണിലോട്ടൊക്കെ പോകുന്ന സമയം ഇപ്പൊ ഒരുപാട് കേസുകൾ, ഇപ്പൊ മഴ സമയം ആയതുകൊണ്ട് ഒരുപാട് കേസ് ഇപ്പോൾ വരുന്നുണ്ട്. സമ്മർ സീസണിനെ അപേക്ഷിച്ച് ഇപ്പോൾ ഒരുപാട് കേസുകൾ ബാക്ക് പെയിൻ ആയിട്ട് വരുന്നത്. അത് സംഭവം അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നതാണ് ഡിസ്ക് പ്രൊലാപ്സ് അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് ഉള്ളവർക്കാണ് കൂടുതലും അത് വരുന്നത്. ബാക്ക് പെയിൻ ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അഡ്വൈസോ എന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? ബാക്ക് പെയിൻ ഉള്ള ആൾക്കാർക്ക് ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത് കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഗ്രേഡ് ലെവല് പറഞ്ഞല്ലോ, ഗ്രേഡ് 1 ഗ്രേഡ് 2 പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഡിസ്ക് ബൾജ് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുക. അത് പിന്നെ നമ്മൾ ഡിസ്ക് പ്രൊലാപ്സിലോട്ട് മാറാതെ അത് പിന്നെ എക്സ്ട്രൂഷനിലോട്ടോ മാറാം. ഇപ്പോൾ പ്രൊലാപ്സ് വന്നിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും എക്സ്ട്രൂഷനിലോട്ട് മാറാം. അതിപ്പോൾ ബൈക്കിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു ജെർക്ക്, നമ്മളൊരു ഹമ്പിൽ ഇറങ്ങുമ്പോൾ ഒരു ജെർക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. അങ്ങനെ ഒരുപാട് കേസുകൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടാതെ തന്നെ ഒരു തുമ്മൽ വരുമ്പോഴും നടുവെട്ടി കിടപ്പിലാവുന്ന ഒരുപാട് കേസുകൾ അങ്ങനെ വരും. അത് കൃത്യമായിട്ട് അത് ട്രീറ്റ്മെന്റ് ചെയ്യാതെ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നടുവേദന എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക പേരും ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഈ തെറാപ്പി ചെയ്യുന്ന ആൾക്കാരെ വീട്ടിൽ വിളിച്ച് വരുത്തി കിഴിയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടികളുണ്ട്. അതങ്ങ് അങ്ങനെ ചെയ്യാൻ പാടില്ല. കാര്യം കിഴി ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ നീർക്കെട്ട് കാര്യങ്ങൾ മാത്രമേ കുറയുള്ളൂ. ഡിസ്കിന് ഒരു പ്രശ്നമില്ല, അത് അവിടെ തന്നെ അങ്ങനെ തന്നെ നിൽക്കുക. അത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കുക. അത് പിന്നീട് പ്രശ്നം ബുദ്ധിമുട്ട് കൂടുതൽ ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. എനിക്ക് പേഷ്യൻസിനോടെല്ലാം പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡെയിലി നിങ്ങൾ എക്സസൈസ് ചെയ്യുക. അധികം വെയിറ്റ് നമ്മൾ ജിമ്മിലൊക്കെ പോവുകയാണെങ്കിൽ തന്നെ അധികം വെയിറ്റ് എടുക്കാതെ ഗ്രൗണ്ട് എക്സസൈസ് കൂടുതൽ സമയം ഫോക്കസ് ചെയ്യുക. ഫിറ്റ്നസ് നിലനിർത്തുക. അതുപോലെ തന്നെ വയറിറങ്ങാതെ ബെല്ലി ഫാറ്റ് ഇറങ്ങാതെ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണ രീതിയാണ്. ഭക്ഷണ രീതിയാണ് പ്രോപ്പറായിട്ട് ഭക്ഷണം എടുക്കുക. കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. എന്ന് പറയുമ്പോൾ രാത്രി എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് രാത്രി ലേറ്റ് നൈറ്റ് ഫുഡ് എന്ന് പറയുന്നത്. അത് 10 മണിക്ക് ശേഷം എല്ലാവരും കഴിച്ചിട്ട് പിന്നെ ഒരു 11 മണിയാകുമ്പോൾ പോയി കിടന്ന് ഉറങ്ങും. അത് ഒരിക്കലും പാടില്ല. ഒരു 7 മണി അല്ലെങ്കിൽ മാക്സിമം പോയ ഒരു 8 മണിക്കകം നമ്മൾ ഭക്ഷണം കഴിക്കുക. അതും പൊറോട്ട മാക്സിമം ഒഴിവാക്കുക. മലബന്ധം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഈ നമ്മൾ മെയിനായിട്ട് ബാക്ക് പെയിൻ ഉള്ള മിക്ക പേഷ്യൻസ്, ഒരു 80% പേഷ്യൻ്റ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ഗ്യാസ്ട്രിക് ഇഷ്യൂസും കോൺസ്റ്റിപ്പേഷനും എല്ലാവർക്കും തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മെയിനായിട്ട് തന്നെ ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണം എടുക്കാൻ ശ്രമിക്കും. ഡെലിവറി കഴിഞ്ഞ ലേഡീസ് ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് എനിക്ക് തോന്നുന്നു ഡെലിവറി കഴിഞ്ഞിട്ട് നല്ല ബാക്ക് പെയിൻ ഉണ്ടാവും. നമ്മൾ ഈ കയ്യിലൊക്കെ നല്ല പെയിൻ ഉണ്ടാവും, റേഡിയേറ്റിംഗ് പെയിൻ ആയിട്ട് ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണോ? ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവർക്ക് മാത്രമല്ല 6 മന്ത്സ് പ്രഗ്നൻസി ടൈമിൽ തന്നെ ബാക്ക് പെയിൻ കാണിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും എൻ്റെ ഹോസ്പിറ്റലിൽ വരാറുണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മൾ അവർക്ക് കൂടുതലും കാണുന്ന കാഫ് മസിൽസും അതുപോലെ തന്നെ ബാക്ക് പെയിനുമായിട്ടാണ് കൂടുതലും കാണുന്നത്. അവിടെ നമ്മൾ കൂടുതലും മർമ്മ അടങ്കലും അതുപോലെ സൂത്രങ്ങളുമാണ് കൂടുതലും ചെയ്യുന്നത്. അത് വളരെ സേഫ് ആയിട്ട്. കാര്യം പ്രഗ്നന്റ് ലേഡീസിന് നമുക്ക് കൂടുതലും മർമ്മ ചികിത്സ നമുക്ക് അഡ്വൈസബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് അടങ്കലും ചെറിയ അടങ്കലും സൂത്രങ്ങളും മാത്രമാണ് അവിടെ നമ്മൾ ചെയ്യുന്നത്. അത് തന്നെ പറഞ്ഞത് കൃത്യമായിട്ട് നമ്മൾ പേഷ്യന്റിനെ അനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ പ്രഗ്നൻസി കഴിഞ്ഞിട്ടാണെങ്കിലോ പ്രഗ്നൻസി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഇപ്പോൾ ഒട്ടുമിക്ക പേർക്കും ഈ സിസേറിയൻ ചെയ്യുന്നവർക്ക് കൂടുതലും അത് കാണിക്കുന്നുണ്ട്. ബാക്ക് പെയിൻ മിക്കവർക്കും ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് ആ പോസ്റ്റ് ഡെലിവറി ട്രീറ്റ്മെന്റ് ചെയ്യുക. അത് പ്രോപ്പറായിട്ട് തന്നെ ഒരു പ്രൊഫഷണൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ കീഴിൽ തന്നെ പോയി ചെയ്യാൻ ശ്രമിക്കുക. പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ലേഡീസിന് നമുക്ക് ഇതുണ്ടല്ലോ, നമുക്ക് പെടലി വേദന വരാറുണ്ട്, ഈ ഷോൾഡർ പെയിൻ വരാറുണ്ട്.
അത് കഴിഞ്ഞിട്ട് നമുക്ക് റിസ്റ്റിലുണ്ടല്ലോ, റിസ്റ്റിൽ നമുക്ക് ഇങ്ങനെ നല്ല പെയിൻ ഉണ്ടാവാറുണ്ട്. ഈ കുട്ടികളെ എടുത്തിട്ടാണ്. പിന്നെ നമുക്ക് ഉപ്പൂറ്റി വേദന വരാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ലേഡീസിന് എന്തൊക്കെ അഡ്വൈസ് ഡോക്ടറിന് കൊടുക്കാൻ പറ്റുക? കുട്ടികളെ എടുക്കുന്ന വഴിക്ക് മെയിനായിട്ട് അമ്മമാർക്ക് പറ്റുന്നത് സെർവൈക്കൽ സ്പോണ്ടിലോസിസ്, ഷോൾഡർ പെയിൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഡീക്വർ വെയിൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് റിസ്റ്റ് ജോയിന്റിലാണ് കൂടുതലും വരുന്നത്. അവിടെ നമ്മൾ ഒരുപാട് ടെക്നിക്സുകൾ നമുക്ക് യൂസ് ചെയ്ത് അത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് ആണെങ്കിൽ നമുക്ക് തൂക്കുമുറ ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുകൂടാതെ ഷോൾഡറിൻ്റെ ഉള്ളതും മർമ്മ സ്റ്റിമുലേഷൻ ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കാം. പക്ഷേ ഈ ഒരു കേസ് വരുന്ന സമയത്ത് നമുക്ക് അവിടെ ലേപനങ്ങൾ ആവശ്യമാണ്. ഡീക്വർ വെയിൻ സിൻഡ്രോം എന്നുള്ളത് അത് കുട്ടികളെ കറക്റ്റ് പ്രോപ്പറായിട്ട് എടുക്കാത്തതിന്റെ പ്രശ്നം കൊണ്ടിട്ടാണ് ആ റിസ്റ്റ് ജോയിന്റിൽ വരുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത്. അത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു 1-2 സിറ്റിംഗ് കൊണ്ട് തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുകൂടാതെ തന്നെ പിന്നീട് വരുന്നത് പ്ലാന്റാർ ഫേസൈറ്റിസ്, ഉപ്പൂറ്റി വേദന നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചല്ലോ, അത് പ്ലാന്റാർ ഫേസൈറ്റിസ് ആണ്. അവിടെ നമുക്ക് ലേപനങ്ങളും അതുപോലെ കിഴി ട്രീറ്റ്മെന്റ് ആണ് അവിടെ വേണ്ട. പക്ഷെ ഓരോ പ്രശ്നങ്ങൾക്കും നമ്മൾ ഓരോ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് എക്സാമിനേഷൻ മസ്റ്റ് ആയിട്ട് വേണ്ടതാണ്. ചില ആൾക്കാർക്ക് കുറേ സ്ഥലത്ത് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? ഇപ്പോൾ ബാക്ക് പെയിൻ തന്നെ പോലെ പല ഹോസ്പിറ്റലിലും ക്ലിനിക്കിലൊക്കെ പോയി ട്രീറ്റ്മെന്റ് എടുത്തോ, എന്നിട്ട് അവർക്ക് ഇത് മാറുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? അപ്പോൾ അത് ഇപ്പോൾ പ്രോപ്പർ ഡയഗ്നോസിസ് പ്രോപ്പർ ആകത്തുണ്ടോ? അത് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതിനെപ്പറ്റി ഒന്ന് പറയാം. ഒന്നിനും ചിലപ്പോൾ ഡയഗ്നോസിസ് അത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അല്ലാതെ തന്നെ ചില പേഷ്യൻസ്, അതായത് സ്ത്രീകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് സ്പോണ്ടിലോസിസ് ഓൾറെഡി കാണും. പക്ഷെ അവർക്ക് ടെൻഷൻ കൂടുന്ന സമയത്ത് നീർക്കെട്ട് വീഴും. അത് ഫൈബ്രോമയാൽജിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അവിടെ നമുക്ക് മർമ്മ ചികിത്സയിനുപരി മർമ്മ ചികിത്സ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് അവിടെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അവിടെ നമ്മൾ ചൂടുള്ള ട്രീറ്റ്മെന്റ് തന്നെ അവിടെ കൊടുക്കേണ്ടതാണ് ഫൈബ്രോമയാൽജിയ കണ്ടീഷൻ. അത് മാത്രമല്ല മിസ് ലിങ്കറിങ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതാണെങ്കിൽ ചില ആൾക്കാർ വേദന അഭിനയിച്ച് കിടന്നതായി എന്ന് പറയുമ്പോൾ അവർക്ക് ഏതെങ്കിലുമൊക്കെ ഡ്യൂട്ടീസ് ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് വേദന ഉണ്ടെന്ന് പറഞ്ഞ് അഭിനയിക്കുക. അത് നമ്മളെ ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് കേസുകൾ അങ്ങനെ വരാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ എടുത്തിട്ടല്ല, അവർക്ക് കൂടുതലും നമ്മൾ കൗൺസിലിംഗ് കൊടുത്തിട്ടാണ് അത് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ നമുക്ക് ഈ മർമ്മ ചികിത്സയെ പറ്റിയിട്ടും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ നമ്മുടെ പോഡ്കാസ്റ്റിന് വന്നതിൽ നന്ദി.